മുൻ MLA ആയിരുന്ന ജോസഫ് പുതിയ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ ദിനം തന്നെ റാം എന്നൊരാൾ അയാളെ തട്ടിക്കൊണ്ടുപോകുന്നു. ജനങ്ങളോട് ഒരുപാട് ക്രൂരത ചെയ്ത ആളായതുകൊണ്ട് തന്നെ ആ തട്ടിക്കൊണ്ടുപോയാൽ ജനങ്ങൾക്ക് മുന്നിൽ ഒരു ഹീറോ ആയി മാറി. അയാൾ MLA ആയിരിക്കുന്ന സമയത്താണ് റാമിന്റെ അമ്മ മരിക്കുന്നതും. അമ്മയുടെ ബോഡി കാണാൻ വന്ന ജോസഫ് അവരെപ്പറ്റി വളരെ അശ്ലീലമായ രീതിയിൽ ചിരിച്ച് സംസാരിച്ചു. ആ വൃത്തികെട്ട ചിരി റാമിനെ ഒരുപാട് വേദനിപ്പിച്ചു. പിന്നീട് കുറച്ചു മാസങ്ങൾക്ക് ശേഷം രോഗബാധിതനായ തന്റെ അച്ഛനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിനിടെ ജോസഫിന്റെ റാലി നടക്കുന്നതിനാൽ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റാത്തതിനാൽ അച്ഛനും മരണപ്പെടുന്നു. ആ ഒറ്റപ്പെടൽ അവനെ ഒരു ഭ്രാന്തനാക്കി മാറ്റി. പിന്നീട് തന്റെ ഉറ്റ സുഹൃത്തുക്കൾക്ക് വേണ്ടി മറ്റുള്ളവരോട് തല്ലുണ്ടാക്കാൻ തുടങ്ങിയ റാമിനെ ജോസഫിന്റെ നേതൃത്വത്തിൽ തന്നെ ഒരു പ്രാന്താശുപത്രിയിലേക്ക് മാറ്റുന്നു. എന്നാൽ അവിടെ വെച്ച് അവൻ പുതിയൊരു ലോകം തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്തു. അവിടെ നിന്ന് ഇറങ്ങി അവൻ നേരെ പോയത് ഗില്ലി ബാല എന്ന ഡോണിന്റെ ഗ്യാങ്ങിലേക്കായിരുന്നു. പിന്നീട് അവൻ ഗ്യാങ്ങിന്റെ മുഖ്യ കണ്ണിയായി മാറുകയും അവിടെ വെച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കുകയും ചെയ്തു. ഇതേ നേരം തന്റെ അച്ഛനെ കണ്ടുപിടിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ മകൻ തന്നെ രംഗത്തിറങ്ങി. കുറെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും റാമിന്റെ ഗ്യാങ്ങിനെ കൈയോടെ പിടികൂടുകയും അവർ വഴി റാമിന്റെ അടുത്തേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ അവിടെ എത്തിയ ഗില്ലി ബാല റാമിനെ ജീവനോടെ രക്ഷിച്ചെങ്കിലും പോലീസ് റാമിനെ പിടികൂടി. എന്നാൽ ഇതേ നേരം ജോസഫ് ചെയ്ത ക്രൂരതകളും അഴിമതികളും മീഡിയ വഴി ചാനലിൽ സ്പ്രെഡായിരുന്നു. അതോടുകൂടി ജനങ്ങൾ മുഖ്യമന്ത്രിയെ കല്ലെറിയാനായി തുടങ്ങി. അയാളുടെ മുഖ്യമന്ത്രി സ്ഥാനവും പോയി. റാം ജനങ്ങളുടെ മുന്നിൽ ഒരു ഹീറോ ആയി മാറുകയും ചെയ്തു. എന്നാൽ പോലീസ് അവനെ വീണ്ടും പ്രാന്താശുപത്രിയിലേക്ക് അടുക്കുകയും അവിടെ അവനെ കൊല്ലാനായി വന്ന ഒരു ഗ്യാങ്ങിന്റെ കയ്യിൽ നിന്നും ഗില്ലി ബാല അവനെ രക്ഷിച്ചു കൊണ്ടുപോകുന്നു.